ഓം നമോ ഭഗവതേ സാईശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഗീതേ ശാന്തമായി പോകൂ. 2007 ഭഗവാന്റെ അക്കൊല്ലത്തെ യാത്രാ പദ്ധതികളിൽ പ്രകടമായ പല മാറ്റങ്ങളും ഉണ്ടായി. ഏപ്രിൽ 26 ഭഗവാൻ കൊടൈക്കനാലിന് പുറപ്പെട്ടു. വഴിയിൽ ഗീത കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സ്വാമി വളരെയേറെ നേരം അവളിൽ അനുഗ്രഹം ചൊരിഞ്ഞെങ്കിലും കുറച്ചു നേരത്തേക്ക് മാത്രമേ ആ സന്തോഷം ഗീതയിൽ നിന്നുള്ളൂ. സ്വാമിയുടെ കാർ പോയപ്പോൾ ഗീത ഉറക്കെ പലവട്ടം ദുഃഖത്തോടെ ചിഹ്നം പിടിച്ചു. സ്വാമിയുടെ യാത്ര കൊടൈക്കനാലിലേക്കാണെന്നും ഇനി ഏറെ ദിവസം കഴിഞ്ഞേ സ്വാമി മടങ്ങുകയുള്ളൂ എന്നും ഗീതയ്ക്കറിയാം. ഏറെ നേരം അവൾ കരഞ്ഞു. ഭഗവാൻ കൊടൈക്കനാലിൽ 21 ദിവസം തങ്ങി. വൈറ്റ്ഫീൽഡിലേക്ക് അപ്പോൾ ഒരു സന്ദേശം വന്നു. ഭഗവാൻ വരുന്നു. എല്ലാവർക്കും ഉത്സാഹമായി. സ്വാമിയെ വരവേൽക്കാൻ അവർ ഒരുക്കം തുടങ്ങി. ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് തങ്ങാനുള്ള താൽക്കാലിക ഷെഡുകൾ ഉയരണം. ജോലികൾ വളരെ വേഗം പുരോഗമിച്ചു. പക്ഷേ മറ്റൊരു സന്ദേശം ഉടൻ വന്നു. സ്വാമി വൃന്ദാവന സന്ദർശനം റദ്ദാക്കി. മെയ് മാസമാണപ്പോൾ. ഗീതയ്ക്ക് ശരീരസുഖം നന്നേ കുറവ്. പണ്ടൊക്കെ അസുഖങ്ങൾ ഉണ്ടായാലും അവളെ രോഗിണിയായി കണ്ടിട്ടില്ല. ശരീരക്ലേശം വന്നാലും അതൊന്നും വകവയ്ക്കാതെ ഗീത തൻ്റെ പതിവ് പരിപാടികളിൽ മുഴുകും. ഇപ്രാവശ്യം പക്ഷേ അവളിൽ തളർച്ച കാണാമായിരുന്നു. ഭക്ഷണം കഴിക്കാനും മടി. പഞ്ഞപ്പുല്ല് കൊണ്ടുള്ള കൊഴുക്കട്ടകൾ മാത്രമേ അവൾ ഭക്ഷിച്ചുള്ളൂ. മെയ് 7 ഗീത ഭക്ഷണം പൂർണ്ണമായും നിർത്തി. പിന്നീടുള്ള 15 ദിവസം അവൾ ഉപവാസത്തിൽ തന്നെയായിരുന്നു. അതൊരു വ്രതം കൂടിയായിരുന്നില്ലേ എന്ന് ഇപ്പോൾ തോന്നുന്നു. അവസാന കാലത്തേക്കുള്ള ഒരുക്കം. മെയ് 18 ഭഗവാൻ വൈറ്റ്ഫീൽഡിൽ പോകാതെ പർത്തിയിലേക്ക് നേരിട്ട് വന്നു. സ്വാമിയുടെ കാർ അടുത്തെത്തിയപ്പോൾ ഗീത വേദനയോടെ മുടന്തി കാറിനടുത്തെത്തി. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് ആദ്യമായി സ്വാമി ഗീതയെ കണ്ടിട്ട് പുഞ്ചിരിച്ചില്ല, കുശലം പറഞ്ഞില്ല. തീവ്ര നൊമ്പരം തിരുമുഖത്തുള്ളതായി മറ്റുള്ളവർക്ക് തോന്നി. ഗീതയും മൗനിയായിരുന്നു, സംയമിയായിരുന്നു. സ്വാമി കുറച്ചു നേരം അവളെ നോക്കി നിന്നു. പിന്നീട് കാർ മെല്ലെ നീങ്ങി. അപ്പോഴാർക്കും അതിൻ്റെ രഹസ്യം അറിയാൻ കഴിഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞ് സ്വാമി വീണ്ടും ഗീതയെ കാണാനെത്തി. ശാരീരിക ക്ലേശങ്ങൾ അവളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. നടക്കാൻ ക്ലേശം. ക്ഷീണത്തോടെ അവൾ തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ നോക്കി. പാവം, അവളെ നന്നായി പരിചരിക്കൂ. മെല്ലെ ഭഗവാൻ പെദ്ദറെഡ്ഡിയോട് അരുളി. മെയ് 20 അർദ്ധരാത്രി ഗീത ചങ്ങല പൊട്ടിച്ച് പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി. പിന്നെ മെല്ലെ അതിലൂടെ ഉലാത്തി. പിറ്റേ ദിവസം അവൾ കുറച്ചു നേരം കളിച്ചു നടന്നു മണലിൽ. ഇതൊന്നും പതിവ് രീതിയല്ല. ഗീത കിടന്നുപോയി. താൻ പോകുകയാണെന്ന വിവരം ഗീത പെദ്ദറെഡ്ഡിയെ അറിയിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അക്കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നതാണ് വസ്തുത. കാരണം പിന്നീട് ഒരു പ്രഭാഷണത്തിൽ ഗീതയെക്കുറിച്ച് പരാമർശിക്കവേ ഭഗവാൻ അരുളി. മെയ് 21 ഗീത പെദ്ദറെഡ്ഡിയെ താൻ പോകുന്ന വിവരം അറിയിച്ചിരുന്നു. സ്വാമി ഇല്ലാത്ത ദിക്കിൽ എനിക്ക് കഴിയാനാവില്ല, ഞാൻ നേരത്തെ പോകും എന്നാണ് അവൾ പറഞ്ഞത്. എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യമായി. മെയ് 22 സായി ഗീതയുടെ ഭൂമിയിലെ അവസാന ദിവസം. 7:30 മണിക്ക് പെദ്ദറെഡ്ഡി അവളെ കുളിപ്പിക്കാനായി കൊണ്ടുപോയി. തലേ ദിവസം കാലിന് മുടന്തുണ്ടായിരുന്നു. ഉപ്പൂറ്റിയിൽ കല്ലോ കമ്പോ കൊണ്ടതാകാമെന്ന് റെഡ്ഡി കരുതി. കുറച്ചു സമയം കഴിഞ്ഞു. ഗീതയുടെ മേൽ വെള്ളം കോരിയൊഴിക്കുകയായിരുന്നു റെഡ്ഡി. അപ്പോൾ ഇടതുവശത്തെ മുൻകാൽ ഉയർത്തി ഗീത വേദനിക്കുന്നു എന്നറിയിച്ചു. കാലിനടിയിൽ എന്തെന്നറിയാൻ റെഡ്ഡി പറഞ്ഞു, ഗീതേ, കാലുയർത്തു. അതിനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ഗീത പാദം ഉയർത്തി. പക്ഷേ ഉടനെ തന്നെ താഴ്ത്തുകയും ചെയ്തു. റെഡ്ഡിക്ക് പാദം കാണാനായില്ല. ഒരിക്കൽ കൂടി ഗീത പാദം ഉയർത്താൻ ശ്രമിച്ചു. പാവം, അതോടെ താഴേക്ക് ഇരുന്നു പോയി. ഗീതയെ എഴുന്നേൽപ്പിക്കാൻ റെഡ്ഡി ശ്രമിച്ചു. ഗീതയും എഴുന്നേൽക്കാൻ പരിശ്രമിച്ചു. പക്ഷേ തൻ്റെ വലിയ ശരീരം ഉയർത്താൻ ഗീതയ്ക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ 18 മാസമായി ഗീത രാപകൽ നിൽപ്പ് തന്നെ, അല്ലെങ്കിൽ ചുമരും ചാരി ഉറങ്ങും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഗീതയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തതെന്ന് റെഡ്ഡി കരുതി. കാലം പ്രതികൂലം. ഗീതയെ എഴുന്നേൽപ്പിക്കാനായി അടുത്ത ശ്രമം. ക്രെയിൻ കൊണ്ടുവരാൻ നിർദ്ദേശം ലഭിച്ചു. സമീപത്തൊന്നും ക്രെയിൻ ലഭിച്ചില്ല. അവസാനം ഒരു ക്രെയിൻ സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. സായി ഗീതയെ വടം കൊണ്ട് ചുറ്റിനും കെട്ടി. പിന്നീട് വടം ക്രെയിനിൻ്റെ കൊളുത്തുമായി ബന്ധിപ്പിച്ചു. യന്ത്രം പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ആ ക്രെയിൻ കൊണ്ട് ഗീതയെ ഉയർത്താൻ സാധിച്ചില്ല. ഒടുവിൽ മറ്റൊരു ക്രെയിൻ കണ്ടെത്തി. കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനെന്തോ സാങ്കേതിക തകരാർ.
കാലസ്വരൂപനാം ഈശ്വരൻ ഒന്ന് നനച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഇച്ഛാശക്തിക്കും ക്രിയാശക്തിക്കും യാതൊന്നും ചെയ്യാനാകില്ല. തുടരെയുണ്ടായ തടസ്സങ്ങൾ അത് വ്യക്തമാക്കി. സ്വാമിയുടെ ഇച്ഛ അനുകൂലമെങ്കിൽ കാര്യങ്ങൾ ഒന്നൊന്നായി ശരിയായി ഒരുങ്ങി വരുന്നതും നമുക്ക് അനുഭവമാണല്ലോ. ഭഗവാൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, ഈശ്വരൻ അനുകൂലമെങ്കിൽ പൊടിയും സ്വർണമാകും, അല്ലെങ്കിൽ വടിയും പാമ്പാകും. വലിയ ക്രെയിനു വേണ്ടി അന്വേഷണം തുടർന്നു. ബാംഗ്ലൂരിൽ ഒരു ക്രെയിൻ ഉണ്ടെന്നറിഞ്ഞു. അത് കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തു. പർത്തിയിലേക്ക് പുറപ്പെട്ട ട്രെയിൻ വഴിയിൽ കേടായി. യന്ത്രം ശരിയാക്കി യാത്ര വീണ്ടും ആരംഭിച്ചു. വീണ്ടും തടസ്സമുയർന്നു. യാത്രക്കിടയിൽ ടയർ പൊട്ടി. ഏതായാലും ട്രെയിൻ പർത്തിയിൽ എത്തിച്ചേർന്നപ്പോഴേക്കും സമയം വളരെ വൈകി. പുലർച്ചെ 2 മണി കഴിഞ്ഞിരുന്നു. രാവിലെ 8:30 മുതൽ ഗീതയ്ക്ക് എഴുന്നേൽക്കാനും സഹായികൾ ഗീതയെ എഴുന്നേൽപ്പിക്കാനും ശ്രമിക്കുകയായിരുന്നു. എല്ലാം അവളെ വല്ലാതെ ഉലച്ചു. അവസാന നിമിഷങ്ങൾ. വേദന മുഴുവനും ഗീത കടിച്ചിറക്കുകയാണെന്ന് റെഡ്ഡിക്ക് മനസ്സിലായി. കണ്ണീർ ഒഴുകുന്നുണ്ട്. എല്ലാവരുടെയും നിസ്സഹായാവസ്ഥ അറിയുന്നുണ്ട്. ഇതിനിടയിൽ ഗീതയ്ക്ക് കാൽസ്യം കുത്തിവെച്ചു. സലേന്ദ്രാവകം നൽകി. ആരോഗ്യം വീണ്ടെടുക്കാനായി 12 കുപ്പിയോളം ഔഷധം കഴിപ്പിച്ചു. പക്ഷേ അവയൊന്നും ഉദ്ദേശിച്ച ഫലം നൽകിയില്ല. ശിരസ് നേരെ പിടിച്ചു നിർത്താൻ അവൾക്ക് വയ്യാതായി തുടങ്ങി. അത് മന്ദം മന്ദം കുനിയാൻ തുടങ്ങി. ശ്വാസഗതി മന്ദഗതിയിലായി. 1 മണിക്കൂറോളം ആ നില തുടർന്നു. 6 മണിയോടെ വളരെ ശാന്തമായി ഗീത യാത്രയായി. ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. ഉടൻ തന്നെ സ്വാമിയെ വിവരം അറിയിച്ചു. സ്വാമി ഗീത പോയി. പായസപ്രസാദം. ആ സന്ദേശം ഭഗവത് സന്നിധിയിലെത്തിയപ്പോൾ സ്വാമിയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് അറിയില്ല. പക്ഷേ 8 മണിയോടെ സ്വാമിയുടെ വസതിയിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ പായസപ്രസാദം പെദ്ദറെഡ്ഡിയുടെ സമീപം സ്വാമിയുടെ കൽപ്പന പ്രകാരം എത്തിച്ചു. സ്വാമിയുടെ സന്ദേശവും അറിയിച്ചു. ഈ പ്രസാദം ഗീതയ്ക്ക് കൊടുക്കുക. പെദ്ദറെഡ്ഡി വല്ലാതായി. ജീവനില്ലാത്ത ഗീതയെ എങ്ങനെ ഇത് കഴിപ്പിക്കും? അനുഭവങ്ങളിൽ നിന്നും പെദ്ദറെഡ്ഡി ഒരു കാര്യം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഭഗവത് കൽപ്പന അനുസരിക്കുക. അതിൻ്റെ ലോജിക് തിരയുന്നത് മണ്ടത്തമാകും. അതിനു പുറകിലുള്ളത് ദിവ്യമായ ലോജിക് ആയിരിക്കും. ഭൗതിക ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത സൂക്ഷ്മതലങ്ങൾ. സായിരാം നാമജപത്തോടെ റെഡ്ഡി ആ പായസം സീതയുടെ വായിൽ എങ്ങനെയോ ഒഴിച്ചു കൊടുത്തു. പിന്നീട് വെളുത്ത വസ്ത്രത്താൽ ഗീതയുടെ മുഖം മൂടി. അത്ഭുതം എന്നേ പറയണ്ടു. പിറ്റേന്നാൾ ഗീതയുടെ ശരീരം സംസ്കരിക്കാനായി എടുത്തപ്പോൾ ഒരു തുള്ളി പോലും പായസം താഴെ വീണിരുന്നില്ല. എങ്ങനെ ആ പായസം ഗീതയുടെ വയറ്റിലേക്ക് പോയി? 6 മണിക്ക് സമാധിയായ ഗീത 8 മണിക്ക് എങ്ങനെ പ്രസാദം കഴിച്ചു? ഇതുതന്നെയല്ലേ മറ്റൊരു തരത്തിൽ കർണം സുബ്ബമ്മയുടെ അന്ത്യവേളയിലും അരങ്ങേറിയത്? സായി ഗീത സമാധി പീഠം. ഗീതയുടെ പുതിയ വസതി അവളുടെ സമാധി പീഠമാക്കാൻ ഭഗവത് നിർദ്ദേശം വന്നു. രാത്രി മുഴുവനും നിർത്താതെ യന്ത്രങ്ങൾ പ്രവർത്തിച്ചു. 16 അടി വീതിയും 20 അടി നീളവുമുള്ള ആഴമേറിയ കുഴി പുലരാറായപ്പോഴേക്കും തയ്യാറായി കഴിഞ്ഞിരുന്നു. പർത്തി മുഴുവനും ദുഃഖസാന്ദ്രമായി. മെയ് 23. നൂറുകണക്കിന് ഭക്തന്മാർ നാമജപത്തോടെ വിങ്ങുന്ന ഹൃദയവുമായി നിരന്നു നിന്നു. പെദ്ദറെഡ്ഡി ദുഃഖം സഹിക്കവയ്യാതെ കരഞ്ഞുകൊണ്ടിരുന്നു. ജന്മം മുഴുവനും ഗീതയുടെ നിഴൽ പോലെ നടന്നയാളല്ലേ അദ്ദേഹം. രാവിലെ 7:30 ദർശനം വളരെ വേഗം പൂർത്തിയാക്കി ഭഗവാൻ സായി ഗീതയുടെ ഭൗതിക ശരീരത്തിനടുത്തേക്ക് യാത്രയായി. ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. ഭഗവത് സാന്നിധ്യം കൂടിയായപ്പോൾ പരിപൂർണ നിശബ്ദത അവിടെ ഘനീഭവിച്ചു. സ്വാമി, ഗീത ഉറങ്ങുകയാ. ഭഗവാന്റെ തിരുമുഖം ദുഃഖസാന്ദ്രമായി കാണപ്പെട്ടു. സ്വാമിയെ കണ്ടതും റെഡ്ഡി കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സ്വാമി, ഗീത ഉറങ്ങുകയാണ്. ഞാൻ വിളിച്ചിട്ട് അവൾ എഴുന്നേൽക്കുന്നില്ല സ്വാമി. അത് കേട്ട് ഭക്തജനങ്ങളും വിതുമ്പിക്കരയാൻ തുടങ്ങി. ഭഗവാൻ പെദ്ദറെഡ്ഡിയുടെ കൈകളിൽ പിടിച്ചു. വികാരഭരിതമായിരുന്നു ഭഗവത് മുഖാരവിന്ദം. ഗീതയുടെ സമീപത്തേക്ക് ഭഗവാൻ എത്തി. വിട വിട വിട. സ്വാമി കുറച്ചുനേരം ഗീതയെ നോക്കി. പിന്നീട് വിഭൂതി സൃഷ്ടിച്ച് ഗീതയുടെ ശിരസിൽ കുറിയിട്ടു. ഏതാനും നിമിഷം അവിടെ തങ്ങി. പിന്നീട് ശിരസിലും തുമ്പിക്കൈയിലും തട്ടി തലോടി. വിഭൂതി മുഖത്തും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഭഗവാൻ പൂശി. പെദ്ദറെഡ്ഡിയോട് അവളുടെ മിഴികൾ തുറക്കാൻ പറഞ്ഞു. 15 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ ശരീരം മരവിച്ചിട്ടില്ലായിരുന്നു. വളരെ വഴങ്ങുന്നതും മൃദുവുമായി അനുഭവപ്പെട്ടു. റെഡ്ഡി ഗീതയുടെ മിഴികൾ തുറന്നു പിടിച്ചു. ഗീത നന്നായി ഉറങ്ങിക്കിടക്കുന്ന സ്ഥിതിയിലായിരുന്നു. സായി ഗീതയുടെ തുറക്കപ്പെട്ട ദൃഷ്ടി സ്വാമിയെ നോക്കുന്നത് പോലെ കാണപ്പെട്ടു. സായി ഗീതയുടെ ദിവ്യശരീരം എങ്ങനെ സംസ്കരിക്കണമെന്ന് ഭഗവാൻ നിർദ്ദേശിച്ചു. ഏറ്റവും അടിയിൽ മണൽ വിരിച്ചു. അതിനുശേഷം ഓലകൾ കിടക്ക പോലെ അട്ടിയിട്ടു. ഓലകൾക്ക് മുകളിൽ വാഴയില കൊണ്ട് മറ്റൊരു വിരിപ്പ് ഒരുങ്ങി. സായി ഗീതയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്ന
പച്ചപ്പുല്ലുകൊണ്ട് വിരിപ്പുണ്ടാക്കി. പിന്നീട് അരിസഞ്ചികൾ, പുഷ്പങ്ങൾ, മഞ്ഞൾപ്പൊടി, കുങ്കുമം എന്നിവ യഥാസ്ഥാനങ്ങളിൽ സ്ഥാപിച്ചു. ഇത്രയും ഒരുക്കിയ ശേഷം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പെദ്ദറെഡ്ഡി സ്വാമിയുടെ വസതിയിലെത്തി. ഗീതയുടെ ശരീരം ബ്ലാങ്കറ്റ് കൊണ്ട് മൂടേണ്ടത് എങ്ങനെയെന്നും ശരീരം മറവ് ചെയ്യും മുമ്പ് എന്തൊക്കെ സാധനങ്ങൾ അറയിൽ നിക്ഷേപിക്കണമെന്നും സ്വാമി നിർദ്ദേശിച്ചു. ഒരു ജോഡി പട്ടുവസ്ത്രം റെഡ്ഡിക്ക് നൽകിക്കൊണ്ട് സ്വാമി അരുളി, ചെല്ലു, ആ ജോലികളെല്ലാം ചെയ്ത ശേഷം കുളിക്കുക. അതിനുശേഷം പുതുവസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോഴേക്കും ഞാൻ വരും. കൃത്യസമയത്ത് തന്നെ ഭഗവാൻ വന്നു ചേർന്നു. ഭക്തന്മാർ വേദമന്ത്രങ്ങൾ ജപിക്കുന്നു. മറ്റൊരു സംഘം വിദ്യാർത്ഥികൾ ഭജന പാടുന്നു. തിരുനാമങ്ങൾ കൊണ്ട് പരമപവിത്രമായ അന്തരീക്ഷം, ഒരു മഹായോഗിനിയുടെ സമാധിയിരുത്തലിനുള്ള അന്തരീക്ഷം അവിടെ സംജാതമായി. ക്രെയിൻ ഉപയോഗിച്ച് ഗീതയുടെ ശരീരം ഉയർത്തി. സമാധി അറ ഒരുക്കിയിട്ടിരിക്കുന്നിടത്ത് യന്ത്രക്കരങ്ങൾ നീങ്ങി. കാറിനകത്തിരുന്ന് സ്വാമി അതെല്ലാം നിരീക്ഷിച്ചു. ചൊട്ടുപൊള്ളിക്കുന്ന ചൂട്. ഭഗവാൻ അതൊന്നും വകവച്ചില്ല. മണിക്കൂർ 1 കഴിഞ്ഞു. പെദ്ദറെഡ്ഡി ഭഗവാന്റെ സമീപം ചെന്ന് പ്രാർത്ഥിച്ചു. സ്വാമി, ഇവിടെ ഭയങ്കര ചൂടാണ്. ഇനിയും ഏറെ സമയമെടുക്കും ഗീതയുടെ ശരീരം സമാധിയിൽ വെക്കാൻ. ദയവ് ചെയ്ത് സ്വാമി മന്ദിരത്തിലേക്ക് തിരിച്ചു പോകണേ. ഉറച്ച ശബ്ദത്തിൽ മെല്ലെ ഭഗവാൻ അരുളി, ഇല്ല, അവസാനം വരെ ഞാൻ ഇവിടെ കാത്തിരിക്കും. ഭഗവത് കൃപ. 1.5 മണിക്കൂർ നേരത്തെ കഠിന പ്രയത്നം. അപ്പോഴേക്കും ഭൂമിദേവിയുടെ മടിത്തട്ടിൽ സായി ഗീതയുടെ, ഭഗവാന്റെ പ്രിയപുത്രി കൂടിയായ ഭക്തയുടെ ഭൗതിക ശരീരം ക്രെയിനിന്റെ സഹായത്തോടെ എടുത്തുവെച്ചു. കൂപ്പുകൈയോടെ ഭക്തജനങ്ങൾ നിറമിഴികളുമായി ജപം തുടർന്നു. ഗീതയുടെ ഭൗതിക ശരീരം പൂർണ്ണമായും സംസ്കരിച്ച് സമാധിയറ അടച്ച് ഭദ്രമാക്കിയ ശേഷമാണ് സ്വാമി മന്ദിരത്തിലേക്ക് മടങ്ങിയത്. സായി അവതാര ചരിത്രത്തിൽ ഒരാളുടെയും അന്ത്യയാത്രയ്ക്ക് ഭഗവാൻ ഇങ്ങനെ ശാരീരിക സാമീപ്യം നൽകി അനുഗ്രഹിച്ചിട്ടില്ല. ഭഗവാന്റെ തിരുമുഖത്ത് ഒഴുകിയ കണ്ണീർ കണ്ട് ഭക്തജനങ്ങളും അടക്കിപ്പിടിച്ച് കരഞ്ഞുപോയി. സായി ഗീതയുടെ ഹൃദയത്തിൽ സ്വാമിയുടെ സ്ഥാനം എത്രമാത്രമായിരുന്നു എന്നും സ്വാമിയുടെ ഹൃദയത്തിൽ ഗീതയുടെ സ്ഥാനം എന്തായിരുന്നുവെന്നും ആ നിമിഷങ്ങൾ ഭക്തലോകത്തോട് വിളിച്ചോതി. സമാധാനമായി പോകൂ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബാഹ്യദൃഷ്ടിയിൽ ആരും കാണാത്ത, അറിയാത്തൊരു കാര്യം ഭഗവാൻ വെളിപ്പെടുത്തി. കണ്ടതിലേറെ കാണാനും കേട്ടതിലേറെ കേൾക്കാനുമുണ്ടെന്ന് പറയുന്നത് എത്ര സത്യം. ഈശ്വരൻ വെളിപ്പെടുത്തുമ്പോഴല്ലാതെ അതൊന്നും അറിയാൻ ആരാലും സാധ്യമല്ല. സ്വാമി പറഞ്ഞു, ഗീത ശരീരം വെടിഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ചെന്ന് അവളോട് സംസാരിച്ചു. ക്ഷീണിതയായിരുന്നു ഗീത. ഞാൻ പറഞ്ഞു, ഗീത, ഇങ്ങോട്ട് നോക്കൂ. സ്വാമി നിനക്ക് വേണ്ടി മനോഹരമായൊരു വസതി പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഗീത കണ്ണു തുറന്ന് എന്നെ കണ്ടു. ആ നിമിഷമാകാം റെഡ്ഡിയോട് ഗീതയുടെ കണ്ണു തുറക്കാൻ സ്വാമി പറഞ്ഞത്. പക്ഷേ ഗീത തീർത്തും ദുർബലയായിരുന്നു. കണ്ണീർ പൊഴിക്കാനല്ലാതെ പാവം അവൾക്ക് എന്തു ചെയ്യാനാകും? അന്ത്യവേളയാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു, ഓ, അപ്പോൾ നീ പോകുകയാണ് അല്ലേ? ശരി ശരി, സന്തോഷത്തോടെ സമാധാനമായി പോകൂ. അതിനുശേഷമാണ് സ്വാമി ഗീതയുടെ ശരീരം മറവു ചെയ്യാനുള്ള സ്ഥാനത്തേക്ക് തൻ്റെ നോട്ടം മാറ്റിയത്. ശ്രാദ്ധം. ഗീത സമാധിയായതിൻ്റെ 11-ാം ദിനം ഭഗവാൻ അവിടെ വന്നു. സമാധി മണ്ഡപത്തിൽ ആപ്പിളും ഏത്തപ്പഴങ്ങളും പഞ്ഞപ്പുല്ല് ഉരുളയും മധുരപലഹാരങ്ങളും വയ്ക്കാനും അതിനുശേഷം അവ വിതരണം ചെയ്യാനും ഗോകുലത്തിലെ പൈകൾക്ക് കൊടുക്കാവുന്നവ അവയ്ക്കും ഭക്ഷണമായി കൊടുക്കാനും സ്വാമി നിർദ്ദേശിച്ചു. ഭഗവാൻ തന്നെ താൻ പുത്രീസമം പരിപാലിച്ചു പോന്ന ഭക്തയുടെ പേരിൽ ശ്രാദ്ധദിനം പ്രസാദമൂട്ടും നടത്തി. 45 വർഷം ഭഗവത് സന്നിധിയിൽ ഒരു നിമിഷം പാഴാക്കാതെ ധന്യജീവിതം നയിച്ച സായി ഗീത നമുക്ക് മാർഗദീപമാകട്ടെ. ഗീതയും ജോൺ ഹിസ്ലോപ്പും. ജോൺ ഹിസ്ലോപ്പ് അനുസ്മരിക്കുന്നു. ജോൺ ഹിസ്ലോപ്പ് അമേരിക്കക്കാരൻ. ഭഗവാന്റെ സാമീപ്യം ഏറെ ലഭിച്ചയാൾ. ബാബയെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ പലത് രചിച്ചിട്ടുണ്ട്. ഒരു ദിവസം ബാബ സായി ഗീതയെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സമീപം ജോൺ ഹിസ്ലോപ്പ്. താമസിയാതെ സായി ഗീത എത്തി. ബാബ അവളുടെ തുമ്പിക്കൈ തലോടി. കുറച്ചു നേരം സംസാരിച്ചു. പിന്നീട് ഏത്തപ്പഴങ്ങൾ വായിൽ വെച്ചു കൊടുത്തു. പിന്നെ സ്വാമി കാറിലേക്ക് കയറാനൊരുങ്ങി. ഗീത ഉടൻ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു. സ്വാമി തിരിഞ്ഞു ചെന്ന് തുമ്പിക്കൈയിൽ തലോടി. എന്തോ പറഞ്ഞു. പിന്നീട് ഹിസ്ലോപ്പിനോട് പറഞ്ഞു, കണ്ടില്ലേ, അവൾ കരയുകയാണ്. സ്വാമി എന്നെ വിട്ടിട്ട് പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുറച്ചു സമയം അവളുടെ സമീപം ചെലവഴിക്കൂ എന്ന് കേഴുകയാണ്. സ്വാമിയുടെ വാക്കുകൾ കേട്ട് ഹിസ്ലോപ്പ് ഗീതയെ ശ്രദ്ധിച്ചു. ഗീതയുടെ മിഴിയിൽ നിന്നും വലിയ കണ്ണീർ തുള്ളികൾ ഇറ്റുവീഴുന്നു. ഭഗവാൻ കാറിൽ കയറി. കാർ നീങ്ങി. ഹിസ്ലോപ്പ് ചോദിച്ചു, സ്വാമി, ഒരു സംശയം ചോദിക്കട്ടെ? സ്വാമി അനുവദിച്ചു. അദ്ദേഹം ചോദിച്ചു,
സായി ഗീത ഭാരതത്തിൽ പണ്ട് ഒരു രാജകുമാരിയായിരുന്നുവെന്നും അന്നും അവൾ അങ്ങയുടെ ഭക്തയായിരുന്നു എന്നും ജനം പറയുന്നു. മാത്രമല്ല, ഇപ്രാവശ്യം ഇങ്ങനെയൊരു ജന്മം സ്വീകരിച്ചത് സ്വാമിയുടെ സാമീപ്യം കൂടുതൽ അനുഭവിക്കാനാണെന്നും പറഞ്ഞു കേൾക്കുന്നു. ഇത് സത്യമാണോ? നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് സ്വാമി മെല്ലെ അരുളി, അല്ലല്ല, ഗീതയ്ക്ക് മനുഷ്യജന്മം കിട്ടിയിട്ടേയില്ല. പക്ഷേ അടുത്ത ജന്മം അവൾക്ക് മനുഷ്യജന്മമായിരിക്കും. ഈശ്വരനെ ലഭിക്കാൻ ഒന്നുമേ വേണ്ട, ശുദ്ധ പ്രേമം മാത്രം മതി എന്ന ഋഷീശ്വരന്മാരുടെ വേദവാണി ഒരിക്കൽ കൂടി ലോകത്തിന് ഗീതയിൽ കൂടി ഭഗവാൻ വെളിപ്പെടുത്തി. കാട്ടിലെ വാരിക്കുഴിയിൽ വീണ ഏതോ ഒരു ആനക്കുട്ടി, കരയാനല്ലാതെ മറ്റൊന്നും അറിയാത്ത ഒരു ആനക്കുട്ടി, കരയരുത്, ഇന്നു മുതൽ നിന്റെ അമ്മ ഞാനാണ് എന്ന സായീശ്വരിയുടെ വാക്കുകളിൽ ഉറച്ചു വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിതം നയിച്ച് സ്വജീവിതം ധന്യമാക്കിയ പുണ്യവതി. ലോകമുള്ള കാലത്തോളം സായീശ്വര കഥകൾ സ്മരിക്കുന്ന ദിക്കിലൊക്കെ ഗീതയെയും സ്മരിക്കേണ്ടി വരും. അതിൽ കൂടുതൽ എന്താണ് നേടാനുള്ളത്? ഒരു ആനയ്ക്ക് ഇത്രത്തോളം ഉന്നതി പ്രാപിക്കാനാകുമെങ്കിൽ അതീവ ദുർലഭമായ നരജന്മം നേടിയ നാം എന്തായി തീരണം? സായി ഗീതയെക്കുറിച്ചുള്ള ഭഗവത് വചനങ്ങൾ ശ്രദ്ധിക്കൂ. രാമൻ എവിടെയുണ്ടോ അവിടെ രാമദാസനായ മാരുതിയും ഉണ്ടാകും. കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ ഭക്തകുചേലൻ കൃഷ്ണപൂജയിൽ മുഴുകിയിരിക്കുന്നത് കാണാം. സായിബാബ എവിടെയുണ്ടോ അവിടെയെല്ലാം സായി ഗീത അവളുടെ നിഷ്കളങ്ക ഭക്തിയുമായി ഉണ്ടാകും. സായി ദിവ്യചരിതത്തിൽ ഒരേ ഒരു രംഗത്ത് മാത്രം ഭഗവാൻ ഫലശ്രുതി പറയുന്നു. ഗീതയെ സ്മരിച്ച് സംസാരിക്കവേ അവിടുന്ന് അരുളി, ഗീതയ്ക്ക് എന്നോടുണ്ടായിരുന്ന തീവ്രഭക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുകയും ചിന്തിക്കുകയും മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ചിന്തകൾ പവിത്രവും ശ്രേഷ്ഠവുമായി വികസിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ ഹൃദയത്തോട് ചേർക്കും. എന്നെ ലഭിക്കാൻ മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. ഗീത, സായി ഗീതാചരിത പാരായണം, മനനം സായീശ്വര സാമീപ്യം ഉറപ്പാക്കും, ഭക്തി വർദ്ധിപ്പിക്കും. ഓം തത്സത്ത്.